ഹായ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ടീച്ചേഴ്സിനോട് കുറേയധികം കുട്ടികൾ ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ, ഡൗട്ടുകൾ, അവരുടെ കൺസേൺസ് ഞാനോട് വായിക്കാം. ഒന്ന്, ഞാനൊരു റിപ്പീറ്ററാണ്. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എനിക്ക് കിട്ടാനുള്ള ചാൻസ് ഇനി ഉണ്ടോ? എയിംസ് പോലുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യണോ? ഒരു വർഷം ഡ്രോപ്പ് എടുത്താൽ എൻ്റെ ചാൻസസ് നഷ്ടപ്പെടുമോ? എല്ലാ വർഷവും റിപ്പീറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2027 നീറ്റ് എക്സാം ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമോ? ഈ വർഷത്തെ റീനീറ്റ് ടഫായിരുന്നില്ലേ? അതുകൊണ്ട് അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിന്റെ പാറ്റേൺ ഇതുപോലെ ഭയങ്കര ടഫായാൽ നമുക്കത് എക്സാമിന്റെ റാങ്കിനെ എഫക്ട് ചെയ്യുമോ? ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വൺ സ്റ്റോപ്പ് ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു റാങ്ക് ഹോൾഡർ ആവുന്ന റിപ്പീറ്റർ എങ്ങനെയാണ് ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആവുന്നത്? അവർ അതുവരെ ചെയ്ത പാറ്റേണിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് മുൻപോട്ട് ചെയ്യുക. അതായത് 2027 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡും ടെക്നിക്കുകളും ചിലപ്പോൾ ഒന്ന് മാറേണ്ടി വരും. അതായത് വെറുതെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടായില്ല, ആ റിപ്പീറ്റ് ചെയ്യുന്ന രീതി കറക്റ്റ് ആവണോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ചില ചാപ്റ്റേഴ്സിലൊക്കെ ഈക്വിലിബ്രിയോ, തെർമോഡൈനാമിക്സ് ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാം. ആ ചാപ്റ്ററിന്റെ 80% നമുക്ക് അറിയുമായിരിക്കും. ആ അറിയാവുന്ന ടോപ്പിക്കുകളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? അറിയത്തില്ലാത്ത ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ കൂടുതലായി ഫോക്കസ് ചെയ്യാം. എക്സാം ഹാളിൽ പ്രഷർ ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ആ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിക്കുക. ഇപ്പോൾ റീനീറ്റ് എക്സാമിന്റെ സമയത്ത് പല കുട്ടികളും പറഞ്ഞു, സാർ എനിക്ക് ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നു, ടൈം ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു, ടൈം മാനേജ്മെന്റ് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ വേണ്ടത്ര മോക്ക് എക്സാമുകൾ എഴുതി നിങ്ങൾ ടൈം മാനേജ്മെന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഓരോ എക്സാമിന് ശേഷം നമ്മൾ എത്രത്തോളം നെഗറ്റീവ് മാർക്കിംഗ് വരുത്തുന്നുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്ത് ആ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെ മിനിമൈസ് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി ബെറ്ററായി. അപ്പോൾ ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്ത രീതികൾ, ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്ത പാറ്റേൺ ഓഫ് പ്രിപ്പറേഷൻ എല്ലാം മാറ്റാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ 2027 നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു റാങ്ക് ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയൊക്കെയാണോ കോൺസെപ്റ്റ് ഗ്യാപ്പുകൾ ഉള്ളത് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. വേണ്ടത്രയും മോക്ക് എക്സാമ്പിൾ എഴുതുക. എക്സാം ഹോളിലെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക, നെഗറ്റീവ് മാർക്കിംഗ് വരുത്താതെ ഗസ് ചെയ്യാതെ ഓരോ എക്സാമും എഫിഷ്യൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ 2027 നീറ്റ് എക്സാം നിങ്ങൾക്ക് എന്തായാലും ഒരു റാങ്ക് ഉണ്ടാവും. ഇനി എയിംസ് മാത്രമല്ല, അതുപോലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിലേക്കുള്ള ചാൻസ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഒരു പരിധി വരെയെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് 2027 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ധീര നീറ്റ് ബാച്ചിലേക്കും ഫീനിക്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നമുക്ക് അതിഗംഭീരമായി പഠിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം ഒരു ലെവലൂടെ മുൻപോട്ട് വെച്ച് 2027 നീറ്റിന് വേണ്ടി തയ്യാറെടുക്കാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.